നമസ്കാരം. ഒക്ടോബറിൽ പൊതു തിരഞ്ഞെടുപ്പിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത വെല്ലുവിളി ഉയർത്തി മുൻ സൈനിക മേധാവി ഗാഡി ഐസൻകോട്ട്. ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർവിപരീത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഗാഡി ഐസൻകോട്ട് കളം നിറയുന്നത്. നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ ലിക്വിഡ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയാണ് ഐസൻകോട്ടിന്റെ പുതിയ പാർട്ടിയായ യാഷർ ജനപ്രീതി നേടുന്നത്. മുൻ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെന്നറ്റ്, എയർ ലാപിഡ് എന്നിവരാണ് നിലവിൽ നെതന്യാഹുവിന്റെ ബദ്ധ ശത്രുക്കൾ. അവരെക്കാൾ തന്ത്രപരമാണ് ഐസൻകോട്ട് നെതന്യാഹുവിനെ നേരിടുന്നത്. അതായത് പുറത്തുവന്ന പുതിയ ചാനൽ 13 സർവേ അനുസരിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നെതന്യാഹുവിനേക്കാൾ യോഗ്യൻ ഐസൻകോട്ട് എന്നാണ്. ജനങ്ങൾ ഇക്കാര്യം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. 120 അംഗങ്ങളുള്ള പാർലമെന്റിൽ ലിക്വിഡ് പാർട്ടിക്ക് 23 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ഐസൻകോട്ടിന്റെ യാഷർ പാർട്ടിക്ക് 20 മുതൽ 22 വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. 4 മാസങ്ങൾക്കു ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സാധിക്കുമെന്ന്, അതായത് അവരെ കൊണ്ട് സാധിക്കുമെങ്കിലും സഖ്യകക്ഷി സമവായങ്ങൾ രൂപീകരിക്കുക എന്നത് ഐസൻകോട്ടിനും പ്രതിപക്ഷത്തിനും കനത്ത വെല്ലുവിളിയായി ഉയരുകയാണ്. ഐസൻകോട്ടിന്റെ വളർച്ച വലിയ ഭീഷണിയായാണ് നെതന്യാഹുവിന്റെ പാർട്ടി കാണുന്നത്. ഐസൻകോട്ടും പ്രമുഖ അറബ് പാർലമെന്റ് അംഗം അഹമ്മദ് തിബിയെയും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ പുറത്തിറക്കിയ അറബ് വിരുദ്ധ വികാരം ഇളക്കിവിടാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹുവിന്റെ പാർട്ടി. ഇതിനായി അവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായി ഷെയർ ചെയ്തിരുന്നു. അറബികളില്ലാതെ ഐസൻകോട്ടിന് സർക്കാർ രൂപീകരിക്കാനാകില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഐസൻകോട്ടിന്റെ ഇംഗ്ലീഷ് ഉച്ചാരണത്തെ പരിഹസിക്കുന്ന വീഡിയോകളും നെതന്യാഹു അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വ്യക്തിത്വത്തിലും പശ്ചാത്തലത്തിലുമുള്ള വലിയ വ്യത്യാസങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് 66-കാരനായ ഐസൻകോട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രസംഗങ്ങളിലും രാഷ്ട്രീയ കളികളിലും വിരുദ്ധനായ നെതന്യാഹുവിൽ നിന്നും ഏറെ വ്യത്യസ്തനായ ഐസൻകോട്ട് ശാന്തമായ പ്രചരണങ്ങൾ, മിതവാദ നിലപാടുകൾ എന്നിവയാണ് അദ്ദേഹം കരുത്താക്കുന്നത്. നെതന്യാഹുവിന്റെ രീതികളിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം നേർവിപരീതമായി നിന്ന് നേരിടുന്നു എന്നതാണ് ഐസൻകോട്ടിനെ വ്യത്യസ്തനാക്കുന്നത്. നെതന്യാഹു ഇസ്രയേലിലെ ഉന്നത കുലജാതനാണ്. എന്നാൽ ഐസൻകോട്ട് ആവട്ടെ മൊറോക്കോയിൽ നിന്നുമുള്ള കുടിയേറ്റ കുടുംബത്തിലാണ് പിറന്നത്. ഇസ്രയേലിന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള തിബരിയാസിലും ഏസത്തിലും അദ്ദേഹത്തിന്റെ യൗവനം. തിരഞ്ഞെടുപ്പിൽ ഐസൻകോട്ട് ജയിച്ചാൽ ഇസ്രയേൽ ചരിത്രത്തിലെ ആദ്യത്തെ പശ്ചിമേഷ്യൻ, ഉത്തര ആഫ്രിക്കൻ പശ്ചാത്തലമുള്ള ജൂത വിഭാഗക്കാരനായ പ്രധാനമന്ത്രിയാകും അദ്ദേഹം. ലിക്വിഡ് പാർട്ടിയുടെ പ്രധാന വോട്ടർമാരായ വിഭാഗക്കാർക്കിടയിലെ ഐസൻകോട്ടിന് വലിയ സ്വാധീനമുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ഐസൻകോട്ട് ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനു ശേഷം രൂപവൽക്കരിച്ച നെതന്യാഹുവിന്റെ അടിയന്തര യുദ്ധ ക്യാബിനറ്റിൽ അംഗമായിരുന്നു അദ്ദേഹം. എന്നാൽ നെതന്യാഹു സർക്കാരിന് വ്യക്തമായ തന്ത്രങ്ങളില്ല. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 2024 ജൂണിൽ അദ്ദേഹം യുദ്ധ ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞത്. ഈ യുദ്ധത്തിൽ ഐസൻകോട്ടിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഗാസ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകൻ കൊല്ലപ്പെട്ടു. 2 അനന്തരവന്മാരും സമാനമായ വിധത്തിൽ കൊല്ലപ്പെട്ടു. മകന്റെ മരണമാണ് ഇസ്രായേൽ ജനതയെ വൈകാര്യമായി ഐസൻകോട്ടിലേക്ക് അടുപ്പിച്ചത് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സമയം നെതന്യാഹുവിന്റെ മകനാകട്ടെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു.